സോ ഒരു മിനി സാറ്റലൈറ്റ് ആണ് നമ്മുടെ VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ് അഥവാ VNTR. സോ VNTR ബിലോങ് ടു ദ ക്ലാസ് ഓഫ് സാറ്റലൈറ്റ് DNA. സാറ്റലൈറ്റ് DNAയുടെ ക്ലാസ്സിൽ വരുന്നതാണ്. അതായത് നമ്മുടെ മിനി സാറ്റലൈറ്റ് ആണ് നമ്മുടെ VNTR എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ VNTRൻ്റെ സൈസ് വേരി ചെയ്തിരിക്കും. അത് 0.1 തൊട്ട് 20 കിലോ ബേസ് പെയർ വരെ വരും. സോ 0.1 to 20 KB വരെ അതിൻ്റെ സൈസ് വേരി ചെയ്തിരിക്കും VNTR. അതുപോലെ ഈ VNTR എന്ന് പറയുന്നത് സ്മോൾ DNA സീക്വൻസുകളാണ്, സ്മോൾ സ്ട്രെച്ചസ് ഓഫ് DNA സീക്വൻസുകളാണ്, വിച്ച് ആർ അറേഞ്ച്ഡ് ടാൻഡംലി. സ്മോൾ DNA സീക്വൻസ് ആണ്, അത് ടാൻഡംലി അറേഞ്ച് ഇൻ മെനി കോപ്പി നമ്പർ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ടാൻഡംലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഷോർട്ട് സീക്വൻസുകളാണ് VNTR. ഇറ്റ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഈ VNTR ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക് ഒരുപാട് വരും. സോ ഒരാളുടെ ബോഡിയിലുള്ള VNTR അതേ ലൊക്കേഷനിൽ തന്നെ ആവണമെന്നില്ല വേറൊരാളുടെ ബോഡിയിൽ. സോ ക്രോമസോം ടു ക്രോമസോം, 2 ഹോമോലോഗസ് ക്രോമസോമുകളിൽ എടുത്തു കഴിഞ്ഞാൽ ആ VNTR 2 ഇൻഡിവിജ്വൽസിൻ്റെയും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു കുട്ടിക്ക് അത് ആ അച്ഛൻ്റെ നിന്നും അമ്മയുടെ നിന്നുമാണ് ഈ VNTR സീക്വൻസ് പാസ് ചെയ്ത് വരുന്നുണ്ട്. സോ അച്ഛൻ്റെ ബോഡിയിൽ നിന്ന് ഫാദറിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്ത് ഒരു 7 ടാൻഡം റിപ്പീറ്റുമാണെന്ന് നിൽക്കാം. അതുപോലെ അമ്മയുടെ ബോഡിയിൽ നിന്ന് അതേ ആ ടാൻഡം റിപ്പീറ്റ് 4 എണ്ണമാണ് വന്നത്, 4 ടാൻഡം റിപ്പീറ്റ് ആണ്. സോ ഇതാണ് കിട്ടിയത്. സോ 50% ഫാദറിൽ നിന്നും 50% മദറിൽ നിന്നും കിട്ടി. സോ ഇങ്ങനത്തെ 2 യുണീക്ക് കോമ്പിനേഷൻ ആയിരിക്കും കുട്ടിയുടെ ആ VNTR. സോ ഓരോ ഇൻഡിവിജ്വലും ഭയങ്കര ഹൈലി സ്പെസിഫിക് ആയിരിക്കും ഈ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്. സോ പകുതി അച്ഛനിൽ നിന്നും പകുതി അമ്മയിൽ നിന്നുമായിരിക്കും ഈ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അത് പല അച്ഛനിൽ നിന്നൊരു 8 ടാൻഡം റിപ്പീറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അമ്മയിൽ നിന്നൊരു 4 എണ്ണം കിട്ടിയിട്ടുണ്ടാവും. സോ വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ, ബിക്കോസ് ഈ കോമ്പിനേഷനിൽ നിന്ന് വന്ന ഒരു യുണീക്ക് കോമ്പിനേഷൻ ആയിരിക്കും അച്ഛൻ്റെ അമ്മയിൽ നിന്നും ആ 50 to 50% കിട്ടിയ ആ യുണീക്ക് കോമ്പിനേഷനുള്ള VNTR ആയിരിക്കും കുട്ടിയിലുണ്ടായിരിക്കുക. സോ അതുകൊണ്ട് വേരീസ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ, ഈ VNTR ഓരോ ഇൻഡിവിജ്വലിൽ നിന്നും മറ്റേ ഇൻഡിവിജ്വലിലേക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഹാവ് ഡിസ്റ്റിങ്ക്റ്റ് കോമ്പിനേഷൻ. നമ്മൾ പറഞ്ഞു അച്ഛനിൽ നിന്ന് കിട്ടിയത് അമ്മയിൽ നിന്ന് കിട്ടി. സോ ഡിസ്റ്റിങ്ക്റ്റ് കോമ്പിനേഷൻ ഓഫ് VNTR ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ ടു ദാറ്റ് പേഴ്സൺ ഓൺലി. സോ ആ ഒരു പേഴ്സൺ അല്ല ആ ഒരു ഇൻഡിവിജ്വലിന് മാത്രമായി പറയപ്പെടുന്ന, എടുത്തു പറയാൻ പറ്റുന്ന, ആ വ്യക്തിക്ക് മാത്രം കാണപ്പെടുന്ന ഒരു സ്പെസിഫിക് റീജിയനിലായിരിക്കും ആ VNTR ഉണ്ടാകുക. സോ 2 ഹോമോലോഗസ് ക്രോമസോമുകൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, ഒരേ ആ ക്രോമസോം ഹോമോലോഗസ് ക്രോമസോം ആണെങ്കിലും അവിടെയുള്ള ആ VNTR 2 പേരുടെയും ആ ഡിഫറെൻറ്റ് പൊസിഷനിലായിരിക്കും, ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും, അതുപോലെ വേരിയബിൾ ഡിഫറെൻറ്റ് നമ്പറുമായിരിക്കും. സോ അതാണ് പറയുന്നത് VNTR പെർട്ടിക്കുലർ ടു ദാറ്റ് പേഴ്സൺ ആയിട്ട് കിട്ടുന്നത്. അച്ഛൻ്റെ നിന്നും അമ്മയിൽ നിന്നും ഈ കൈമാറി വന്ന ആ 2 കോമ്പിനേഷൻ 50-50% കിട്ടിയ യുണീക്ക് കോമ്പിനേഷൻ ആയിരിക്കും ഓരോ ഇൻഡിവിജ്വൽ ഉണ്ടായിരിക്കുക. സോ ആ ഇൻഡിവിജ്വലിന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മാത്രമായിട്ടുള്ള ഒരു VNTR. സോ എൻ്റെയും നിങ്ങളുടെയും VNTR എടുത്തു കഴിഞ്ഞാൽ 2 ഡിഫറെൻ്റ് ആയിരിക്കും, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് എൻ്റേത് എൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ളതും നിങ്ങളുടേത് നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കും ഉണ്ടാവുക. സോ DNA ഫ്രം എവറി ടിഷ്യൂ, ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിലുള്ള ഏത് ടിഷ്യൂ എടുത്താലും, ഫോർ എക്സാമ്പിൾ ബ്ലഡ്, ഹെയർ ഫോളിക്കിൾ, സ്കിൻ ആവട്ടെ, ബ്ലഡ് ആവട്ടെ, ഹെയർ ഫോളിക്കിൾ ആവട്ടെ, സ്കിൻ ആവട്ടെ, അതേസമയം ബോൺ ആവട്ടെ, അല്ലെങ്കിൽ സെലൈവ ആയിക്കോട്ടെ, സ്പേം ആയിക്കോട്ടെ, ഏത് ടിഷ്യൂവിൽ നിന്നും നമ്മൾ DNA സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എന്താണ് പ്രത്യേകത? സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം. സോ ഈ പറഞ്ഞ ഏത് ബോഡി ടിഷ്യൂ പാർട്ട് എടുത്താലും അവിടെ എല്ലായിടത്തും ഒരേ DNA പോളിമോർഫിസം, ആ വേരിയേഷൻ ഇൻ ജനറ്റിക് ലെവൽ ഒരുപോലെ ആയിരിക്കും. സോ നമുക്ക് ബ്ലഡിൽ എടുത്തു കഴിഞ്ഞാലും ബാക്കി ആ ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ DNA പോളിമോർഫിസം മനസ്സിലാവും. അതുപോലെ ഹെയർ എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ ബോൺ ഇതൊക്കെ എടുത്താലും അവിടെ തന്നെയുള്ളത് തന്നെയാണ് എല്ലാ സ്ഥലത്തും, സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം ആയിരിക്കും എല്ലാ ടിഷ്യൂലും ഉണ്ടായിരിക്കുക. സോ ഇതാണ് നമ്മൾ പറയുന്നത് DNA ഫിംഗർ പ്രിൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ DNA ഫിംഗർ പ്രിൻറ്റിങ് ഇതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ടിഷ്യൂയിലും സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം ഒരു ഇൻഡിവിജ്വലിൽ ഉള്ളത് കൊണ്ട്, ഒരു ഇൻഡിവിജ്വലിൽ ഏത് ടിഷ്യൂ എടുത്താലും ഈ പറഞ്ഞ ബ്ലഡ്, ഹെയർ ഫോളിക്കിൾ, സ്കിൻ, ബോൺ, സലൈവ, സ്പേം എന്നിങ്ങനെ ഏത് ടിഷ്യൂ എടുത്താലും അവിടെയൊക്കെ കാണുന്ന ഈ DNA പോളിമോർഫിസം ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനെ ഒരു യൂസ്ഫുൾ ഐഡൻറ്റിഫിക്കേഷൻ ടൂളായിട്ട് ഉപയോഗിക്കാം ഇൻ ഫോറൻസിക് ആപ്ലിക്കേഷൻ. സോ നമ്മൾ കുറ്റകൃത്യങ്ങൾ കണ്ടെത്താൻ, എന്തെങ്കിലും മർഡർ അല്ലെങ്കിൽ അതുപോലെ റേപ്പ് കേസുകൾ
ഇതൊക്കെ കണ്ടെത്താനായിട്ട് ഫോറൻസിക് ആയിട്ടുള്ള ഏത് ആപ്ലിക്കേഷനിലും ഈ പറഞ്ഞ DNA ഫിംഗർ പ്രിൻറ്റിങ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ പെറ്റേണിറ്റി, കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, ഇത് തെളിയിക്കാനുള്ള ടെസ്റ്റുകളിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് DNA ഫിംഗർ പ്രിൻറ്റിങ് മനസ്സിലാവും. ബിക്കോസ് യുണീക്കായിട്ടുള്ള ആ ഒരു VNTR ആ വ്യക്തിയിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, അത് വേറൊരു വ്യക്തിയിൽ ഉണ്ടാവില്ല. അതാണ് നമ്മൾ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ മറ്റൊരു ഇൻഡിവിജ്വലിനെ ഡിഫറൻസ് ആക്കി കാണപ്പെടുന്ന ആ 0.1% ഡിഫറൻസ് DNA സീക്വൻസിൽ കാണപ്പെടുന്നത്.